ഹലോ, ഇന്ന് ഞങ്ങളൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. ഞാനാണെങ്കിൽ മോള് വരാൻ വേണ്ടി നോക്കി ഇരിക്കുവായിരുന്നു. ഞങ്ങളെന്താ ഒരേ കണക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ അമ്മ ഉണ്ടാക്കുന്ന ഇന്ന് ഓട്ടട അത് വേറെ. ഭയങ്കര ഇത് മീനാക്ഷിയുടെ കടയിൽ നിന്ന് മേടിച്ചല്ലേ നമ്മള്. നമ്മള് കളയും. അയ്യോ ആ ഇല വാടിപ്പോയില്ലേ. ഇത് ശർക്കര മാവ്. ശർക്കര മാവ് ഓരോന്നേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം വെച്ചാലേ നമ്മള് രാത്രിയിലത്തെ ആഹാരം നമുക്ക് ഹെവി. രാത്രി എന്തോ ഇന്ന്? രാത്രി നമുക്ക് ചപ്പാത്തി ഇറച്ചിയാക്കാം. ഓക്കെ. നമ്മ ചിക്കൻ കൊണ്ടുവരൂ. ആ ശരി ശരി. ഇന്ന് ഫുഡില്ല, അപ്പം ഇന്ന് ഡിന്നർ. നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ. ഇന്ന് എന്തൊക്കെ ചെയ്ത്? ഇന്ന് ചൂര മുളക് കറി വെച്ചുണ്ടായിരുന്നു. അല്ല, അമ്മ എന്തൊക്കെ ചെയ്തെന്ന്. അമ്മ എന്തുവാ കുക്കിംഗ് അല്ലാതെ ഒന്നും ചെയ്തില്ല. ഞാനിങ്ങനെ ഒരു ജോലിയും ഇല്ല എനിക്ക്. ടി വി ഒന്നും കണ്ടില്ലേ? ദേഹത്തെല്ലാം മഞ്ഞൾ തേച്ച് നേരത്തെ കുളിച്ച് കുറെ നേരം പോയിരുന്നു മൊബൈൽ കണ്ട്. ആ അതിങ്ങ് തുറക്കമ്മ. ഇവിടെ പുക കൂടിയ ബെല്ല് വരുമെന്ന് തുറക്കാൻ മറന്നുപോയി. ഫയർ അലാം. പക്ഷെ എനിക്ക് സത്യം പറയാൻ ജോലിയില്ല. എനിക്കിങ്ങനെ ചുമ്മാതിരിക്കാൻ പറ്റിയ പാട്. ചുമ്മാതല്ലല്ലോ, ഇത്രേ കുക്ക് ചെയ്യുന്നില്ലേ അമ്മ? അതൊക്കെ തീരുമ്പോൾ 1 മണിക്കൂറത്തെ പണിയല്ലേ ഉള്ളു. ഒന്നും മിണ്ടാനും പറയാനും വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. ആളുകളെ മേടിച്ച് ഇത്ര ആളുകളെ വായിക്കുന്ന ഒരു നാടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോ മോള് നേരത്തെ വരുന്നുണ്ടേ വരട്ടെന്ന് ചോദിച്ചാൽ അതാ ഉണ്ടാക്കി വെക്കാൻ. അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നു. ഈ സാധനമേ നമ്മൾ കാണുന്നതാണല്ല, നമുക്ക് തിന്നാനൊരു സുഖമില്ല. ഇഷ്ടപ്പെട്ടില്ലേ അമ്മയ്ക്ക്? എനിക്ക് ഇവിടുത്തെ മിക്ക സാധനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട് ട്യൂണ അല്ലേ? ട്യൂണ അത് അടിപൊളിയായിരുന്നു. മുളക് കറി വെച്ചിട്ട് ചീനി കഴിച്ചപ്പോഴേ. ഹലോ, മോളെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പൊ ഇന്ന് ആ മോളിന്ന് ഇവിടെ നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ കൂടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റെഡിയായി നിൽക്കുക. ഇങ്ങനെ കുഴക്കട്ടെ. അതിന് മുമ്പ് ഇത് അമ്മ മാവ് കലക്കിയിട്ട് ഇട്ടിട്ട് ഉടമ്പ അത് കാടിക്കൊഴക്കട്ടെ ആവും. നമ്മൾ ഈ നാട്ടിൽ വന്നോണ്ട് അതിന് ഇങ്ങനെ ഇത് പേരിട്ട്. ഇതെന്റെ ഫ്രണ്ട് ജാൻവി. It has been pleasure, but unfortunately I'm leaving now, so it's gonna be sad. And also I met new friend now, which is Adi's mom. ചാനൽ എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവർക്കും കാണാനാ. മനസ്സിലാവുന്നുണ്ടോ? Javi, do you understand? I understand everything. Are you sure? I think she said that I'm really nice and everything. No, really. ഞാനിതൊക്കെ ഭയങ്കര സംസാരം കാണാം. ഇതിന് ഗത്യന്തരം കാണാം. ഫോണിനകത്തെ Google Translate കൊണ്ടുവന്നിട്ട് പറയുന്നത് അമ്മ ഞാൻ വൃത്തിയാക്കിക്കോളാന്ന്, ആന്റി വൃത്തിയാക്കിക്കോളാന്ന് പറഞ്ഞതാ. Because I wanted to speak to her, so that's why I was trying to use Google Translator. But because I couldn't say the right words, I had to show her what translator said. നമുക്ക് പോകുന്ന ഭയങ്കര മിസ് ചെയ്യുന്നില്ലേ നമ്മളെ? She was saying like she will miss you. Yes, definitely. അടുക്കള ഇവിടെ ഇടിയല്ല കളി പാചകത്തിന്. I literally feel like home now that her parents have given us. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. തിരിച്ചങ്ങോട്ട് പറയാനുള്ള ഒരു ഇച്ചിരി. I've learned a new word now, which is called Suprabhatam. Suprabhatam. I should learn more Malayali now. Of course. And I can teach her some Gujarati. ഞങ്ങൾ മലയാളികളെ ഇഷ്ടമാണോ? Do you like Malayalis? I love. I've got several Malayali friends as well from university. മോള് ഗുജറാത്തി. Yeah, Gujarati, khakra, thepla, jalebis. Probably your fans would know. What does that mean? It's like a authentic Gujarati snacks. Okay. So everyone talks about like papda, thepla, jalebi. ജീവിതത്തിൽ ഇത്രയും ചെറിയ ഓട്ടട ഉണ്ടാക്കിയിട്ടില്ല. വാഴയില്ല, ഉള്ള വാഴയിലേക്കകത്ത് ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ടമ്മ? വളരെ രുചിയുണ്ടോന്ന് പറയാന്നല്ല, രുചിയേ ഉള്ളു. രുചിയാ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഈ ഓട്ടട എന്ന് പറയുന്നത്. ഇലയപ്പത്തിനെക്കാട്ടി രുചിയാ. എൻ്റെ പൊന്നുമോൻ ജോലിയും കഴിഞ്ഞ് വരികയാണ്. അമ്മയ്ക്ക് പാപ്പമൊക്കെ കൊണ്ടുവരുന്നുണ്ട്.
ഇവിടെ ഇരിക്കണോ അവിടെ അയക്കണോ? അവിടെ ഇരിക്കാമോ? നമ്മുടെ ഇവിടുത്തെ ചിക്കൻ, പക്ഷെ നമ്മുടെ അവിടുത്തെ കണക്കുള്ള കറുമുറുപ്പില്ല ഇല്ലേ മോനെ? ഇത് കൊള്ളാം മോളെ, ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഞങ്ങള് ചിക്കിങ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കിങ്. ആദ്യം മോനാണെങ്കിൽ അത്ര ഇഷ്ടമല്ലാത്ത സാധനമാണ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സാധനം, നാട്ടിലെ കണക്ക് തന്നെ ടേസ്റ്റ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തേ. ഇന്ന് അതിൻ്റെ രാവിലെ തൊട്ട്, ഇന്ന് ശനി ഞായർ കൊണ്ട് കൊച്ചുങ്ങൾക്ക് ആർക്കും പോകണ്ട. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പുറത്ത് ആഹാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ടേ പൊതിച്ചോറാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ഒന്നേ നമുക്ക് കഴിച്ചോണ്ടോ, അല്ലെങ്കിൽ പൊതിച്ചോറ് പോലെ കൊണ്ടുപോകും ഇല്ലേ മോളെ? എന്നിട്ട് രാവിലെ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നു. അമ്മോൻ എണീച്ചില്ല. ആദ്യം കണ്ട ദോശ ചുടുന്നു. എന്നിട്ട് നമ്മൾ രാവിലത്തെ കറി കടലക്കറി ഉണ്ടാക്കി, ഗോതമ്പ് ദോശയും കടലക്കറി. ഇന്ന് ഞങ്ങൾ ആദ്യം കൊണ്ട് ഗോതമ്പ് ദോശ കുടിപ്പിക്കുകയാണ്. പുളിശ്ശേരി കാച്ചും, സാമ്പാർ വെക്കും, മീൻകറിയൊക്കെ വെക്കും, ചിക്കൻ കറിയൊക്കെ വെക്കും. പക്ഷെ പുട്ടിന് നനയ്ക്കാൻ അറിഞ്ഞുകൂടാകുമ്പോൾ പുട്ട് നനയുമ്പം ഉരുണ്ടുപോയാൽ എന്തോ ചെയ്യും, ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓരോന്നരട്ടെ. അപ്പം ഇന്ന് രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന പറഞ്ഞുകൊണ്ട് കലക്കി കാണിച്ച് മൂന്ന് തണ്ട് ഗോതമ്പ്. അപ്പോൾ അമ്മ പോകുന്നതിനകം പാചകമൊക്കെ പഠിപ്പിച്ചു തരാം. എല്ലാം ബഹു കഴിയുമ്പോൾ ആവും. നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് പുറത്ത് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. തോരനും മാങ്ങ അച്ചാറും ബീഫ് അച്ചാറും തേങ്ങാപ്പുളിയും. ഈ തേങ്ങാപ്പുളി എന്താന്ന് മനസ്സിലായോ? നായരുപുളി എന്നും പറയും. ഞാൻ വേറൊന്നും വെച്ചോണ്ട് പറയുകയല്ല, സൂപ്പർ ടേസ്റ്റാ. ലൈറ്റ് ഊണ്. ഹലോ, ഞങ്ങൾ ഇന്നൊരു സ്ട്രോബെറി പിക്കിങ്ങിനായിട്ട് പോവുക. ഒരു ചെറിയ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ ഉടനെ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.